Hello friends, welcome to my channel. ഇന്നത്തെ റെസിപ്പി അടിപൊളി മാങ്ങച്ചാറാണ്. അപ്പോൾ അതിനായിട്ട് മാങ്ങ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ ഇതാ നന്നായി കുഴച്ച് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കണം. ഒരു ദിവസം ഉണക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ മാങ്ങയൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി അച്ചാറിടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കടുകും ഉലുവയൊക്കെ എടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും കേട്ടോ. ഇത് നമുക്ക് അച്ചാറിൻ്റെ ലാസ്റ്റ് ടൈമിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർക്കാനുള്ളതാണ്. അപ്പോൾ കടുകും ഉലുവയൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് അതേ പാനിൽ തന്നെ ഇനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതേസമയം നമുക്ക് മാങ്ങയിലേക്ക് അച്ചാറുപൊടി ചേർത്ത് കൊടുക്കാനുണ്ട്. അച്ചാറുപൊടി ഇട്ട് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഇട്ടിട്ട് മൂപ്പിച്ചെടുത്തിട്ടുള്ള പാനിലേക്ക് ഈ മാംഗോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈസ്റ്റേണിൻ്റെ അച്ചാർ പൊടിയാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ 5 ടീസ്പൂൺ യൂസ് ചെയ്തപ്പോൾ പാകമായിട്ടുണ്ട്. നന്നായിട്ട് മിക്സാക്കി എടുത്തതാണിത്. അച്ചാറൊക്കെ പെട്ടെന്ന് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സുർക്ക ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി
നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒരുപാട് നേരം ഇട്ടിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ലാസ്റ്റ് അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഉലുവ അതുപോലെ തന്നെ കടുക് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്നല്ലെങ്കിൽ ചതച്ചിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് പൊടിക്കണ്ട, ചെറിയ തരികളോട് കൂടിയിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക, ഒരു 2 ടീസ്പൂണോളം. അപ്പോൾ അച്ചാറിന് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതുകൂടി കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഉണങ്ങിയ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം. അച്ചാർ പെട്ടെന്ന് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.